കാസർഗോഡ് ജില്ലയിലെ മധൂർ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ. കാസർഗോട്ടെ ചില സ്ഥലങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇറങ്ങിയതാണ്. ഈ മധൂർ എന്ന സ്ഥലം കാസർഗോഡ് ടൗണിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം കാണുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഏറെ പ്രസിദ്ധമായ ക്ഷേത്രമാണിത്. മധൂർ ക്ഷേത്രമെന്ന് കേൾക്കാത്ത ഹൈന്ദവർ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവില്ല. ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക എന്ന പേര് പോലെ തന്നെ ഇവിടുത്തെ ആരാധനാമൂർത്തികൾ ശിവഭഗവാനും ഗണപതിയുമാണ്. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് മധൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഗണപതി മാത്രമാണ് എന്ന്. എന്നാൽ മദനന്തേശ്വര അഥവാ അനന്തേശ്വര എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ശിവഭഗവാനെയാണ്. ഇത് മദനന്തേശ്വര അഥവാ അനന്തേശ്വര ശ്രീകോവിലാണ്. കിഴക്ക് ദർശനമായി ശിവഭഗവാന്റെയും തെക്ക് ദർശനമായി ഗണപതി ഭഗവാന്റെയും ശ്രീകോവിലുകൾ ദർശിക്കുവാൻ സാധിക്കും. മദനന്തേശ്വര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാമദേവനായ കാമത്തിന്റെ ദേവനെ വധിച്ച ദേവൻ എന്നാണ്. ഇത് തെക്ക് ദർശനമായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ശ്രീകോവിലാണ്. ഭക്തർ വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് സിദ്ധിവിനായക ഭഗവാനോട് അവരുടെ വിഘ്നങ്ങൾ ശമിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നത് കാണാം. ഞാൻ വന്നിരിക്കുന്ന സമയം രാവിലെ 11 മണിയായതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങളെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. മധൂർ ഗ്രാമത്തിലെ മധുവാഹിനി എന്നറിയപ്പെടുന്ന മൊഗ്രാൽ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. ഗണപതിയുടെ മറ്റു ക്ഷേത്ര വിഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ വിഗ്രഹത്തിലെ തുമ്പിക്കൈ വലത് ഭാഗത്ത് ചെരിഞ്ഞ് നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. 10ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം സ്ഥാപിച്ചത്. ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ മായ്പാടി ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന കുമ്പള രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. 15ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ചെയ്തിരുന്നു. കുമ്പള സീമ എന്നറിയപ്പെടുന്ന 4 ക്ഷേത്രങ്ങളിൽ പെട്ട ഒരു ക്ഷേത്രമാണിത്. കുമ്പള, മുജങ്കാവ്, മധൂർ, അടൂർ എന്നിങ്ങനെയാണ് അവ. നേരത്തെ സൂചിപ്പിച്ച മായ്പാടി കോവിലക രാജാക്കന്മാരുടെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളായിരുന്നു ഈ 4 ക്ഷേത്രങ്ങൾ. നിലവിൽ ഈ കുമ്പള സീമയിലെ മധൂർ, അടൂർ, മുജങ്കാവ് ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ പെടുന്നു. ഈ ക്ഷേത്രങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ മായ്പാടി കോവിലകത്തിന് ഇന്നും സ്ഥാനമുണ്ട്. ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി സ്ഥാനം ഇന്നും മായ്പാടി രാജകുടുംബത്തിനാണ്. ക്ഷേത്രത്തിന്റെ പിൻഭാഗമാണിത്. പിൻഭാഗത്തെ ഈ രൂപം ഗജപൃഷ്ഠത്തെ പോലെ, അതായത് ആനയുടെ പുറംഭാഗത്തെ പോലെ 3 നിലകളോട് കൂടിയതാണ്. ഈ രൂപത്തിന് കുമ്പള സീമയിലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച അടൂർ ക്ഷേത്രവുമായി തുല്യ സാമ്യമുണ്ട്. അതിന്റെ കാരണം ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് പണി കഴിപ്പിച്ചതും ശിവക്ഷേത്രവുമായ അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങൾക്കും ഉള്ളതുപോലെ ഈ ക്ഷേത്രത്തിനും ഒരു ഐതിഹ്യമുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ക്ഷേത്ര പരിസരത്ത് നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള ഇപ്പോൾ ഉളിയത്തടുക്ക എന്നറിയപ്പെടുന്ന സ്ഥലത്ത് മദാരു എന്ന സ്ത്രീ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഒരു കല്ലിൽ കൊണ്ട് അതിൽ നിന്നും ചോര പൊടിയുകയും മദാരു ഇത് കണ്ട് പേടിക്കുകയും ഈ കാര്യം രാജാവിനെ പോയി കണ്ട് അറിയിക്കുകയും ചെയ്തു. രാജാവും പരിവാരങ്ങളും സ്ഥലത്തെത്തുകയും രാജാവിന്റെ നിരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ആ സ്ത്രീയുടെ കത്തി കൊണ്ട് ചോര പൊടിഞ്ഞ കല്ല് സ്വയംഭുവായ ശിവലിംഗമാണ് എന്ന് മനസ്സിലാവുകയും ആ സ്വയംഭുവായ ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നതിനായി ഉചിതമായ സ്ഥലം അന്വേഷിച്ച രാജാവും പരിവാരങ്ങളും മധുവാഹിനി പുഴയുടെ തീരത്ത് എത്തുകയും അവിടെ വെച്ച് ഒരു പശുവും പുലിയും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച അവർ കാണുകയും ആ കാഴ്ച ഉടനെ അദൃശ്യമായെങ്കിലും ഈ സ്ഥലത്താണ് ശിവലിംഗം പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് രാജാവിന് മനസ്സിലാവുകയും രാജാവ് മദാരു എന്ന ആ സ്ത്രീയോട് ആ പശുവും പുലിയും നിന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവരുടെ കയ്യിലുള്ള കത്തി കിഴക്കോട്ട് ലക്ഷ്യമാക്കി എറിയുവാൻ പറയുകയും മദാരു എറിഞ്ഞ കത്തി വീണ സ്ഥലത്താണ് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. മദാരു എന്ന സ്ത്രീ നിമിത്തമാണ് ക്ഷേത്രം ഉണ്ടായത് എന്നതുകൊണ്ടാണ് ക്ഷേത്രത്തിനും ക്ഷേത്രം നിൽക്കുന്ന പരിസരത്തിനും മധൂർ എന്ന പേര് വന്നിരിക്കുന്നത്. ഇവിടെ തീർത്ഥവും ചന്ദനക്കുറിയും കൊടുക്കുന്നത് കാണാം. ശ്രീകോവിലിന്റെ അടുത്തു നിന്നും മാറിയാണ് പ്രസാദം നൽകുന്നത്. ഇവിടെ ക്ഷേത്രത്തിലെ ഉപദേവതകളാണ് സുബ്രഹ്മണ്യ സ്വാമി, ദുർഗ പരമേശ്വരി ദേവി, ധർമ്മശാസ്ത്ര എന്നിങ്ങനെ കാണാം. കാശി വിശ്വനാഥ ഭഗവാനും വീരഭദ്രനും ഗുളികനും ക്ഷേത്രത്തിലെ ഉപദേവതകളാണ്. അതുകൂടാതെ പ്രധാന ശ്രീകോവിലിനുള്ളിൽ പാർവതി ദേവിയുടെ സാന്നിധ്യവുമുണ്ട്.
പ്രധാന ശ്രീകോവിലിൻ്റെ ചുറ്റുമുള്ള മരത്തടികളിൽ ഗംഭീരവും അതീവ കലാപരവുമായ ശില്പങ്ങൾ കാണുവാൻ സാധിക്കും. അതിൽ പുരാണ കഥകൾ ആലേഖനം ചെയ്തിരിക്കുന്നു. ഇനി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലുള്ള നേരത്തെ സൂചിപ്പിച്ച മധുവാഹിനി പുഴയും അതിൻ്റെ സമീപത്തായിട്ടുള്ള ആൽമരവും കാണാം. ആൽമരത്തിൻ്റെ ചുവട്ടിലുള്ള കല്ലിനോട് ഭക്തർ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ മധുവാഹിനി എന്നും മറ്റു സ്ഥലങ്ങളിൽ മൊഗ്രാൽ പുഴ എന്നും അറിയപ്പെടുന്ന നദിയാണിത്. ഈ ഭാഗത്ത് പുഴയ്ക്ക് വലിയ വീതിയില്ല എങ്കിലും പുഴയിൽ വെള്ളം ധാരാളമുണ്ട്. തന്നെയുമല്ല, മഴക്കാലങ്ങളിൽ പുഴ കരകവിഞ്ഞ് ഒഴുകുകയും ക്ഷേത്രത്തിൽ വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് പലപ്പോഴും പ്രാദേശികമായി വാർത്തയാവാറുമുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിനകത്ത് വെള്ളം കയറുന്നത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ മരം കൊണ്ടുള്ള തൂണുകൾ ദ്രവിച്ചു പോകുന്ന രീതിയിൽ കാര്യങ്ങൾ എത്താറുണ്ട്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും മൊഗ്രാൽ പുഴ അഥവാ മധുവാഹിനി പുഴയുടെ തീരത്ത് ഇത്തരത്തിലൊരു ഐശ്വര്യദായകമായ ക്ഷേത്രം ഉണ്ടായി എന്നത് അഭിമാനകരമായ കാര്യവും പ്രൗഢമായ ചരിത്രവുമാണ് എന്നത് കാലത്തിന്റെ അടയാളപ്പെടുത്തൽ തന്നെയാണ്. ക്ഷേത്രത്തിന്റെ നവീകരണം അഥവാ പുനരുദ്ധാരണ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത്. ഇത് പുതുതായി പണിയുന്ന ക്ഷേത്ര കവാടമാണ്. പണിതുകൊണ്ടിരിക്കുന്ന കവാടത്തിനപ്പുറം ക്ഷേത്രം കാണാം. കഴിഞ്ഞ 3-4 വർഷങ്ങളായി ക്ഷേത്രത്തിന്റെ ഇത്തരത്തിലുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു ക്ഷേത്രത്തിന്റെ കവാടം കാണാം. ശ്രീ കലിംഗമ്പ മുട്ട് എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഈ ക്ഷേത്രത്തിൽ കൂടി പോവാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാണ് ശ്രീ കലിംഗമ്പ മുട്ട് ഭഗവതി ക്ഷേത്രം. ഇപ്പോൾ സമയം 12 മണിയായതുകൊണ്ട് തന്നെ ഉച്ചപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ അധികം സമയം ചെലവാക്കാനായി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. ഇവിടെ നിന്നും ശ്രീകോവിലിന്റെയും ഭഗവതിയുടെ വിഗ്രഹത്തിന്റെയും ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുകയാണ്. ഇതാണ് ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിലേക്ക് വഴിപാടുകൾ നടത്തുന്നതിനെ അറിയിക്കേണ്ട കൗണ്ടറും. മധൂർ ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 ബസ്സുകൾ നിർത്തിയിരിക്കുന്നത് കാണാം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മധൂർ ഒരു ഗ്രാമമാണ്. പ്രസിദ്ധമായ ക്ഷേത്രം ഇവിടെ ഉണ്ടെങ്കിലും ഇതൊരു ടൗൺ ആയിട്ടൊന്നും വളർന്നിട്ടില്ല. പിന്നെ ക്ഷേത്രത്തിന് അനുബന്ധമായി ചില കടകളും കാണാം. സാധാരണ എല്ലാ ക്ഷേത്ര പരിസര കടകളെയും പോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന പൂജാ സാമഗ്രികളും മാലകളും കാണാം. ഇവിടെ ഒരു ഇരുമ്പ് കുട്ടയിൽ കരിക്കുകളും അതിൻ്റെ അപ്പുറത്തായി കരിമ്പ് തണ്ടുകളും കാണാം. ഞാനൊരു കരിമ്പ് ജ്യൂസ് പറഞ്ഞു. കൂടെയുള്ള സുജിത്ത് സോഡ സർബത്താണ് പറഞ്ഞത്. സുജിത്തിന് കരിമ്പ് ജ്യൂസ് ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. കരിമ്പിൻ്റെ കഷ്ണങ്ങളെ ആ മിഷനിലിട്ട് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുന്നതാണല്ലോ കരിമ്പ് ജ്യൂസ് എന്ന് പറയുന്ന പാനീയം. അതിലെ ജ്യൂസ് പരമാവധി പിഴിഞ്ഞ് എടുക്കുന്നതിനായി ആ മിഷനിൽ വീണ്ടും വീണ്ടും കരിമ്പ് ചണ്ടി ഇടുന്നത് കാണാം. ഇവിടുത്തെ മിഷന് വൃത്തിയൊക്കെ കാണുന്നുണ്ട്. തുരുമ്പ് പിടിച്ചതായിട്ടൊന്നും കാണുന്നില്ല. പുതിയ മെഷീനായിരിക്കണം ഇത്. അങ്ങനെ കുറച്ച് സമയത്തെ പിഴിഞ്ഞെടുക്കലിന് ശേഷം കരിമ്പ് ജ്യൂസ് കയ്യിൽ തന്നിരിക്കുകയാണ്. കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇനി കുടിച്ചു നോക്കാം. കൊള്ളാം, സാറ്റിസ്ഫൈയിങ് ആണ്. വലിയ രുചിയൊന്നും പറയാൻ പറ്റില്ല. സാധാരണ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് ഇനി ഏത് സ്ഥലത്തേക്ക് പോകും എന്ന ചിന്തയിലാണ്. അനന്തപുരം തടാക ക്ഷേത്രത്തിലേക്ക് പോകണമോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത്. ഒരു പശു പൂമാല തിന്നുന്നു. ക്ഷേത്ര പരിസരമാവുമ്പോൾ പശുക്കളൊക്കെ സാധാരണമാണ്. എന്നാലും പൂമാല തിന്നുന്ന പശു ഒരു വ്യത്യസ്തമായ കാഴ്ചയാണല്ലോ. ദേ നേരെ എതിർവശത്ത് കാണുന്നതാണ് മധൂരിലെ മറ്റ് കടകൾ വരുന്ന ഭാഗം. അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകൾ കാണും. പിന്നെ ഒരു ക്ലിനിക് ഉണ്ട്, ഒരു ടൈലറിംഗ് ഷോപ്പുണ്ട്, അങ്ങനെ ചില കടകൾ. പിന്നെ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ടൗണ് ഇവിടെ നിന്നും 8 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ്. ഞങ്ങൾ കാസർഗോഡ് ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടാണ് രാവിലെ മധൂരിലേക്ക് വിട്ടത്. കാസർഗോഡ് ടൗണിലെ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളാണ് ഇതൊക്കെ. പഴയ ബസ് സ്റ്റാൻഡ് മാത്രമല്ല, കാസർഗോഡ് ടൗണിലെ പഴയകാല കടകളും ഇവിടെ തന്നെയാണ് ഉള്ളത്. മല്ലികാർജുന ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നും ഉണ്ടാവുകയും പിന്നീട് ഈ ഭാഗത്തേക്ക് വളരുകയും അടുത്ത കാലത്ത് ഇന്നത്തെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്തതാണ് കാസർഗോഡ് ടൗണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി 16 കിലോമീറ്റർ സ്ക്വയർ ഏരിയ വരുന്നതാണ്. എന്ന് വച്ചെങ്കിൽ ഇത് കോഴിക്കോട് പോലെയൊന്നും വലിയ ടൗൺ അല്ല എന്ന്. ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് അഥവാ മീൻ ചന്തയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാസർഗോഡ് ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമാണിത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വരുന്നവരെ കൊണ്ട് എങ്ങനെയെങ്കിലും മീൻ വാങ്ങിക്കുക എന്ന ലക്ഷ്യത്തോടെ
മീൻ വാങ്ങൂ എന്ന് പറഞ്ഞ് വലിയ ബഹളമാണ് ഇവിടെ. സാധാരണ കഴിക്കുന്ന മത്തിയും അയലയും പിന്നെ അപൂർവമായി മാത്രം കേൾക്കാറുള്ള മീനുകളുടെ പേരുകൾ വരെ ഇവിടെ പറയുന്നുണ്ട്. മീൻ മാർക്കറ്റിൽ നിന്നും ഇറങ്ങി കാസർഗോഡ് ചക്കര ബസാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇലക്ട്രോണിക്കൽ സാധനങ്ങൾ വിൽക്കുന്ന സ്പോട്ടാണ്. പഴയകാല കടകളാണ്. ടോർച്ച് ലൈറ്റുകൾ സെക്കൻഡ് ഹാൻഡും പുതിയതും ഇവിടെ വാങ്ങുവാൻ കിട്ടും. മൊബൈൽ ഫോൺ കടകളും ധാരാളമായി ഉണ്ട്. ഈ കടകളുടെ പരിസരം നന്നായി അറേഞ്ച് ചെയ്ത് ഇട്ടിരുന്നെങ്കിൽ പഴയകാല കടകളായതുകൊണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയായേനെ. ചക്കര ബസാറിൽ നിന്നും ബീച്ച് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കാസർഗോഡ് നെല്ലിക്കുന്ന് ബീച്ച് ഏരിയയാണ്. ലൈറ്റ് ഹൗസ് ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. ഇവിടെ തിട്ട പോലൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. താഴോട്ട് ഇറങ്ങിയാലാണ് ബീച്ചിലേക്ക് എത്തുവാനാവുക. ഈ നെല്ലിക്കുന്ന് ബീച്ച് ബേക്കൽ ബീച്ചിനെ പോലെ അത്രയ്ക്ക് ഫേമസ് ബീച്ചല്ല. ഇവിടെ അങ്ങനെ കുറേ പേരൊന്നും വരാറില്ല. ഇടയ്ക്ക് വല്ല സുഹൃത്തുക്കളുടെ സംഘങ്ങളോ അല്ലെങ്കിൽ ചില കാമുകന്മാരോ വന്നാലായി. അതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കോ ഐസ്ക്രീം വണ്ടികൾ പോലെയുള്ള കാര്യങ്ങളൊന്നും കാണുവാൻ സാധിക്കില്ല. കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെ ചില ബീച്ചുകളിലും കാണുന്ന പഞ്ചാര മണൽ എന്ന് വിളിക്കുന്ന വെള്ള നിറം തോന്നിക്കുന്ന മണലാണ് ഇവിടെയും ബീച്ചിലുള്ളത്. ബേക്കൽ ബീച്ചിൽ കാണപ്പെടുന്ന സമാനമായ മണൽ. കുറച്ചപ്പുറത്ത് കുട്ടികൾ കളിക്കുന്നത് കാണാം. സമീപവാസികളായ കുട്ടികളാണ് എന്ന് തോന്നുന്നു. ഇന്ന് സ്കൂള് അവധിയായതുകൊണ്ട് തന്നെ അവർ കളികളിലായിരിക്കാം. കാസർഗോഡ് ടൗണിൽ നിന്നും 2.5 കിലോമീറ്റർ മാത്രമാണ് ഈ നെല്ലിക്കുന്ന് ബീച്ചിലേക്കുള്ള ദൂരം. കാസർഗോഡിലെ ആദ്യകാല ബീച്ച് കൂടിയാണ് ഇത്. ബീച്ചിലേക്ക് എൻട്രി ഫീ ഒന്നുമില്ല. അധികം ആൾക്കാരൊന്നുമില്ലാത്ത ബീച്ചിൻ്റെ അന്തരീക്ഷം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒരു ബീച്ചാണിത്. ഇവിടെ ഗവൺമെൻറ് വലിയ രീതിയിൽ സൗന്ദര്യവൽക്കരണമൊന്നും നടത്തിയിട്ടില്ല എങ്കിലും പരിസരം മൊത്തത്തിൽ വൃത്തിയുള്ള സ്ഥലം തന്നെയാണ്. ബീച്ചിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ മുഖം മിനുക്കുന്ന തിരക്കിലാണ്. എന്നുവെച്ചെങ്കിൽ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള കവാടത്തിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. കുറച്ചു മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്ന നവീകരണം. കേന്ദ്ര സർക്കാർ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിലും യാത്രക്കാർക്ക് നല്ല സൗകര്യങ്ങൾ നൽകുന്നതിലും പുതിയ പദ്ധതികൾ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് വീഡിയോ പിടിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. എന്നാൽ റെയിൽവേയുടെ ആപ്പ് എടുത്തു നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇനി 1.5 മണിക്കൂർ ഈ സ്റ്റേഷൻ വഴി ട്രെയിനുകളൊന്നും പോകുന്നില്ല എന്ന്. ചിലപ്പോൾ ഗുഡ്സ് ട്രെയിൻ പോയാൽ അതിൻ്റെ വീഡിയോ പിടിക്കാം എന്നേ ഉള്ളൂ. അപ്രതീക്ഷിതമായി ഒരു ഗുഡ്സ് ട്രെയിൻ വന്നിരിക്കുകയാണ്. അത് ലക്ഷ്യമാക്കി പോകുന്ന റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ അത്യാവശ്യം ഏതെങ്കിലും സ്റ്റേഷനിൽ പിടിച്ചിടുകയോ മാത്രമേ ചെയ്യുള്ളൂ എന്നതുകൊണ്ട് അതിവേഗത്തിലാണ് ട്രെയിനിൻ്റെ പോക്ക്. പാസഞ്ചർ ട്രെയിനുകളെ പോലെ എല്ലാ സ്റ്റേഷനുകളിലും ഇവയ്ക്ക് നിർത്തേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് അത്. ഇവിടെയും പണി നടക്കുന്നത് കാണാം. യാത്രക്കാർക്ക് വന്നു നിൽക്കാനുള്ള പ്ലാറ്റ്ഫോമിൻ്റെ മേൽക്കൂരയുടെ പണിയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ മിക്കവാറും റെയിൽവേ സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള പണികൾ നടക്കുന്നത് കാണാം. ഇത് സംഭവം റെയിൽവേ പാളത്തിലെ പണികൾ ചെയ്യുന്ന മിഷനാണ്. ട്രാക്കുകളുടെ അറ്റകുറ്റപ്പണികൾ, പുതിയ ട്രാക്കുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ പണികളാണ് ഈ മിഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. CRCC ഹൈടെക് എക്യുപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവിടെ എഴുതിയിരിക്കുന്നത് കാണാം. ഇതൊരു ചൈനീസ് റെയിൽവേ ട്രാക്ക് മെയിൻ്റനൻസ് മെഷീനറി മാനുഫാക്ചറർ ആണ്. ജോലികൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ഉപകാരപ്രദമായ മിഷൻ തന്നെയാണ് ഇത്. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കൂൾ ബാറിൽ കയറി ഇരിക്കുകയാണ്. ചിക്കു ജ്യൂസ് ഓർഡർ ചെയ്തു. അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിക്കു ജ്യൂസ് വന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.